നമസ്കാരം. ടുഡേ അറ്റ് മലപ്പുറത്തിലേക്ക് സ്വാഗതം. അബുദാബിയിൽ വെച്ച് വേങ്ങര സ്വദേശി ഹൃദയാഘാതം മൂലം മരിച്ചു. വേങ്ങര പുല്ലംപലവൻ സുബൈറാണ് മരിച്ചത്. ബൈക്ക് യാത്രയ്ക്കിടെ ബാങ്ക് ജീവനക്കാരന് സൂര്യാതാപമേറ്റ് ഇരുകൈകൾക്കും പൊള്ളലേറ്റു. എടപ്പാൾ അണ്ണക്കമ്പാട് സ്വദേശി സുരേഷിനാണ് പൊള്ളലേറ്റത്. തോട് വൃത്തിയാക്കുന്നതിനിടയിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് പാമ്പ് കടിയേറ്റു. വട്ടക്കുളം പഞ്ചായത്തിലെ നീലിയാട് തോട് വൃത്തിയാക്കുന്നതിനിടയിലാണ് കാന്തല്ലൂർ സ്വദേശി സത്യനാരായണ് പാമ്പ് കടിയേറ്റത്. അത്യാപൂർവ രോഗമായ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കഴിയുന്ന 5 വയസ്സുകാരിയുടെ നില ഗുരുതരമായി തുടരുന്നു. മലപ്പുറം മൂന്നിയൂർ സ്വദേശിയായ കുട്ടി വെന്റിലേറ്ററിലാണ്. 4 കുട്ടികൾ ഉൾപ്പെടെ 14 പേർ നിരീക്ഷണത്തിലാണ്. പനയമ്പുറത്ത് 3 വയസ്സുകാരിക്കു നേരെ കാട്ടുപന്നിയുടെ ആക്രമണം. ചേലേമ്പ്ര പനയമ്പുറത്ത് മാണക്കാത്താണ് കുട്ടിയുടെ നേരെ പന്നി പാഞ്ഞെടുത്തത്. കുട്ടി പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. മൂന്നിയൂർ തലപ്പാറയിൽ യുവാവിനെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. ദിലീഷാണ് മരിച്ചത്. മൃതദേഹം തിരൂരങ്ങാടി താലൂക്ക് ഹോസ്പിറ്റലിൽ മോർച്ചറിയിലേക്ക് മാറ്റി. മഴയൊന്ന് ശക്തമായി പെയ്താൽ എടപ്പാളിലെ മിക്ക വ്യാപാരികളുടെയും മനസ്സിൽ തീയാണ്. എടപ്പാൾ ടൗണിൽ തൃശൂർ പൊന്നാനി റോഡുകളുടെ സംഗമസ്ഥാനത്തുള്ള കെട്ടിടത്തിലെ കടക്കാരാണ് വെള്ളത്തെയും മഴയെയും പേടിച്ച് കഴിയുന്നത്. ടൗണിന്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതയാണ് ഒരു പരിധിവരെ ഇതിനു കാരണം. RMP കേന്ദ്ര കമ്മിറ്റി അംഗം KS ഹരിഹരനെ വീട്ടുപരിസരത്തെത്തി അസഭ്യം പറഞ്ഞ കേസിൽ CPM പ്രവർത്തകരും അനുഭാവികളും അടക്കം 5 പേർ അറസ്റ്റിൽ. സത്യപുരം സ്വദേശികളായ പാലേരി സജീഷ്, എടയങ്ങാട് മുഹമ്മദ് ബഷീർ, ഇടയങ്ങാട് സബ്സീർ, മുതിരപ്പറമ്പ് ജിതേഷ്, ചെറാടത്ത് അജിനേഷ് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജോലി ചെയ്ത മലപ്പുറം ജില്ലാ സ്പെഷ്യൽ പോലീസ് ഓഫീസേഴ്സിന് പ്രതിഫലം ലഭിച്ചില്ല. വിദ്യാർത്ഥികളടക്കമുള്ളവർക്കാണ് 2 ആഴ്ച കഴിഞ്ഞിട്ടും പണം ലഭിക്കാത്തത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പണം കൈമാറിയിട്ടില്ല എന്നാണ് സൂചന. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കരിപ്പൂർ ഹജ്ജ് ഹൗസിൽ ഹജ്ജ് ക്യാമ്പിനുള്ള ഒരുക്കങ്ങൾ സജീവമായി. 20 രാവിലെ 10 മുതൽ സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹജ്ജ് ക്യാമ്പ് ആരംഭിക്കും. തീർത്ഥാടകരെ സ്വീകരിച്ച് യാത്രയാക്കാനായി വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കുന്നത്. ഇതോടെ ടുഡേ മലപ്പുറം സമാപിക്കുന്നു. പുതിയ വാർത്തകളുമായി അടുത്ത ദിവസം കാണാം. നന്ദി.